നോക്കിയാലോ, ഇന്ന് നമുക്ക് ഇതുപോലെ ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കിയാലോ. ഇന്നർ ഇട്ടിട്ടും ഇടാണ്ടും നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ. എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഞാൻ ഈ ഇടയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു 100 രൂപയാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരാഗിലൊക്കെ നമ്മൾ കുറേ പീസ് എടുത്തു കഴിഞ്ഞാൽ അവസാനം ബാക്കി വരുന്ന പീസ് അവരെ പൈസ കുറച്ച് സെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഫാബ്രിക് കിട്ടിയിട്ടുള്ളത്. അറൗണ്ട് 2 മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. നല്ല ക്രീപ്പ് മെറ്റീരിയലാണ്, അതുപോലെ തന്നെ നിഴലൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്താണ്. 100 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഇതുപോലെ വേറെയും കുറച്ച് ഫാബ്രിക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, വഴിയെ ഞാൻ കാണിച്ചു തരാം. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ നേരെ നടുവിലോട്ട് മടക്കി കൊടുത്തു ആ ഒരു തുണിയെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഒരു കോണ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, കോൺ ടു കോൺ, ഇപ്പോൾ വിഷ്വലിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ ജസ്റ്റ് കോൺ ടു കോൺ ഒന്ന് മടക്കി കൊടുത്തു. ഓക്കെ, നമുക്ക് താഴത്തെ പാർട്ട് നമ്മൾ ഫ്രില്ലല്ല, ജസ്റ്റ് അംബ്രല ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കോൺ ടു കോൺ എടുത്തിട്ടുള്ളത്. ഓക്കെ, അംബ്രല സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു പോയിന്റ്, അതായത് മടക്കേണ്ട ഒരു അറ്റം ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ 2 തുണിയും അതുപോലെ ഒരു മടക്കിൻ്റെ പീസും വന്നിട്ടുണ്ടാവും. താഴെ നമ്മൾ ഫ്രില്ല കൊടുക്കുന്നത് ഇങ്ങനെ നല്ല കേട്ടോ ചെയ്യേണ്ടത്, ഞങ്ങൾ അംബ്രലയാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, കോൺ ടു കോൺ മടക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഷേപ്പിൻ്റെ പോർഷൻ എവിടെ നിന്നാണ് ഈ ഒരു സ്കേർട്ട് തുടങ്ങേണ്ടത് അത് മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് അത് ഒരു 30 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ 4/1 എത്ര, 7.5 ഇഞ്ച് വരുന്ന രീതി ജസ്റ്റ് ഒന്ന് അവിടെ 2 പോയിന്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺ ഉണ്ടല്ലോ മുകളിലത്തെ, ആ ഒരു കോണിൽ ടാപ്പ് വെച്ചിട്ട് ഈ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഒരു പോയിന്റ് ഇല്ലേ, ആ ഒരു പോയിന്റിലേക്ക് എത്രയാണോ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. ഓക്കെ, നമ്മൾ 7.5 ഇഞ്ച് വരുന്ന രീതിക്ക് നമ്മൾ അവിടെ ഒരു പോയിന്റ് 2 പോയിന്റ് ഇട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലോസ്ഡ് ഭാഗത്തുള്ള പോയിന്റിലേക്കുള്ള നീളം നോക്കുക. നമുക്കൊരു 8.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. നേരെ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അത് അറൗണ്ട് ഒരു 9 ഇഞ്ചിൻ്റെ അടുത്താണ് മാർക്ക് വന്നിട്ടുള്ളത്. നമുക്ക് 8.5 വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ 8.5 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്തതും ആദ്യത്തെ പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് നോക്കുമ്പോൾ അതാ ഒരു 7 ഇഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈന് അവിടെ വരച്ച് കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 8.5, രണ്ടാമത്തെ പോയിന്റ് ഏകദേശം 8.5-നേക്കാളും കുറവാണ്, അവിടെ ജസ്റ്റ് ഒന്ന് 8.5-ൻ്റെ അടുത്തൊരു കുത്തിട്ട് കൊടുക്കുക. പിന്നെ അത് 8.5 അങ്ങനെ വരുന്ന രീതിക്ക്, ഓക്കെ, നമ്മൾ ആ മേലെ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 8.5 വരുന്ന രീതിക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങേ അറ്റത്തു നിന്ന് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അംബ്രല സ്കേർട്ടിൻ്റെ വേസ്റ്റ് പോർഷൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു സർക്കിൾ പോലെ കിട്ടും. ഓക്കെ, ഈ 8.5-ൻ്റെ പോയിന്റുകളെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ച് സർക്കിൾ കിട്ടും. അപ്പോൾ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് ബാക്കോട്ട് അടിച്ച് കണ്ടാൽ മതി, ഞാൻ പരമാവധി പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു സർക്കിളിനകത്ത് ടാപ്പ് വെച്ചിട്ട് താഴേക്കുള്ള നീളം എത്രയാണോ അതെടുക്കുക. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു 30 ഇഞ്ച് താഴേക്കുള്ള നീളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 30 ഇഞ്ച് മേലെ ടാപ്പ് മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ടാപ്പ് വെക്കേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച ആ ഒരു സർക്കിൾ പോലെ വളച്ച് വരച്ചല്ലേ, ഒരു 8.5 എടുത്തിട്ട് അതിൻ്റെ മേലെ ടാപ്പ് വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് താഴെ പോയിട്ട് 30 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 30 നിങ്ങളുടെ തുണിക്ക് കുറച്ചുകൂടി വീതി ഉണ്ടെന്നാണെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. ഞങ്ങൾക്ക് 30 കിട്ടുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അവസാനം ഒരു മൊത്തത്തിൽ ചെയ്തതിന് ശേഷം മുകളിലുള്ള തുണിയിൽ ജസ്റ്റ് ഒന്ന് 31 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തുണി എത്തുന്നത് വരെ. അപ്പോൾ കറക്റ്റ് ആ ഒരു അംബ്രല സർക്കിൾ നമുക്ക് കിട്ടൂല എന്നേ ഉള്ളൂ, കുറച്ചൊരു വീതിയും കൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അവിടെ കിട്ടുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ഇപ്പുറത്തെ സൈഡിൽ ആ 30 ഇഞ്ച് ആ ഫസ്റ്റ് പീസ് അല്ലേ, എക്സ്ട്രാ ജോയിൻ ചെയ്യാനൊന്നും നിന്നിട്ടില്ല, കാരണം നമ്മൾ അന്നേരം എക്സ്ട്രാ പീസ് വെക്കേണ്ടി വരും. പീസ് ഒന്നും തന്നെ വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നൊന്ന് കർവാക്കി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എന്താ കറക്റ്റ് അംബ്രല തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 30 ഇഞ്ച് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ട് അത് ജസ്റ്റ് വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് മുകളിലത്തെ ആ ഒരു ലാസ്റ്റ് വരച്ച ആർച്ച് ഉണ്ടല്ലോ അതും വെട്ടിയെടുത്തു. അതുപോലെ താഴെ പോയിട്ട് ആ ഒരു ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ സർക്കിളല്ലേ അതും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 വര കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 31 ഇഞ്ച് വെച്ചിട്ട് കറക്റ്റ് സർക്കിളല്ല ഇച്ചിരി ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വീതി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാണ് 31. നിങ്ങൾ ഒറ്റ 30 തന്നെ എടുത്ത് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവസാനം ഇതാ മൊത്തത്തിൽ തയ്ച്ച് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് ആ ഒരു അംബ്രലേൻ്റെ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു അംബ്രല പോർഷൻ അത്യാവശ്യം വൈഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ 2 പീസ് ഉണ്ടല്ലോ അതിന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയി കൊടുക്കുക. കാരണം ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും കിട്ടേണ്ടതല്ലേ. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അക്കൗണ്ടിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മൾ പോണോൺ സീരീസ് റൺ ചെയ്യുന്നുണ്ട്, അതുപോലെ ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽസ് ആണ് എപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമ്മൾ അത് ഭാഗം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചല്ലോ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് മേലത്തെ പാർട്ടിൻ്റെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള, അതായത് വെട്ടിക്കഴിഞ്ഞപ്പോൾ താഴെ വന്ന പീസില്ലേ ആ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഷേപ്പില്ലാത്തൊരു പോർഷൻ ഉണ്ടായിരുന്നു, അത് ജസ്റ്റ്
ഒന്ന് ഷേപ്പായി കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയോ ആ തുണി അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മളൊരു പീസ് ജസ്റ്റ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് അളവില്ലേ, ചെസ്റ്റ് അളവായിരിക്കണം. ഓക്കെ, അപ്പോൾ അപ്പുറത്തെ പീസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അത്ര വരുന്ന പീസ് എടുത്തിട്ട് അതിനെ രണ്ടാക്കി വെട്ടിക്കൊടുത്തിട്ട് മടക്കി വെച്ചു. അപ്പം നമുക്ക് 4 ഫോൾഡ് ചെയ്ത് കിട്ടി. അത്യാവശ്യം സ്കിന്നി ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്ച്ചത്. അതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ വളരെ ചെറുതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് മാറ്റാവേ. ഇനി എന്ത് ചെയ്യുക, 4 ഫോൾഡ് ചെയ്ത ആ ഒരു ഫാബ്രിക്കിലേക്ക് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്ര? 3 ഇഞ്ച്. 3 ഇഞ്ചാണ് നമ്മുടെ നെക്കായിട്ട് കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് ഷോൾഡർ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 6 ഇഞ്ചോ 6.5 ഇഞ്ചോ നിങ്ങൾ എപ്പോഴും എത്രയാണോ നിങ്ങളുടെ മെഷർമെൻറ്റ് അതനുസരിച്ച് കൊടുത്താൽ മതി. അപ്പം നെക്കും ഷോൾഡറും കഴിഞ്ഞു. ഇനി ആം ഹോൾ എന്ന് പറയുന്നത് നമ്മളൊരു 3 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സാധാരണ 6 ഇഞ്ച് കൊടുക്കാറുണ്ട്, അതിൻ്റെ നേരെ പകുതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ശരിക്കും ആം ഹോൾ വേണമെന്നില്ല, ഞാൻ പറയാം, അതുപോലെ ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മളിവിടെ ഒരു 7.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു 2 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞങ്ങളിവിടെ കൊടുത്ത അളവ് തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കട്ട് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് മോഡൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഔട്ട്പുട്ട് അങ്ങനെ ആയതില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റി കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ പറയാം, ഞാൻ കാണിച്ചും തരാം. അപ്പോൾ ഡൗട്ടൊന്നും വരില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പായി കാണരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ താഴെ ഷേപ്പും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ആ ചെസ്റ്റിൻ്റെ പോർഷനും ഷേപ്പിൻ്റെ പോർഷനും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ആം ഹോൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് സ്ട്രാപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഒരു ആം ഹോൾ ഇല്ലാത്ത ഡ്രസ്സായിരുന്നു വേണ്ടത്. ഞങ്ങൾ പക്ഷേ ഇവിടെ നോർമലായിട്ടുള്ള ഒരു ഈ സ്കൂൾ യൂണിഫോം ഒക്കെ ഇല്ലേ, അതുപോലുള്ള ഒരു മോഡലായിരുന്നു ഈ ഒരു കട്ടിങ്ങിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സ്കൂൾ ഡ്രസ്സിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ യോക്കിൻ്റെ പോർഷനും കഴിഞ്ഞു, താഴത്തെ അമ്പർലൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രാപ്പ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു 3-3.5 ഇഞ്ച് വീതി വരുന്ന തരത്തിൽ നമ്മൾ 4 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചെറിയ സ്ട്രാപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ സ്ട്രാപ്പ് കൊടുക്കാം. ഞങ്ങൾ അത്യാവശ്യം വലുതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നീളവും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ഒരു നീളം ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ആ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പം, അതായത് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് കൊടുക്കാൻ ഒരു പീസ് ഓഫ് ക്ലോത്ത് വേണം. ഓക്കെ, ആ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യോക്ക് പാർട്ടുണ്ടല്ലോ, അതിന് മൊത്തത്തിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ വെട്ടി വെച്ച യോക്ക് പാർട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ ഫാബ്രിക് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്. ഓക്കെ, നീളം അത്രക്ക് വേണമെന്നില്ല, ജസ്റ്റ് അവിടെ മാത്രം കൊടുക്കുന്നത്. ഈവൻ നിങ്ങൾ ലൈനിങ് കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ ലൈനിങ് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും ഒരു പീസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നൂഡിൽസ് സ്ട്രാപ്പ് അത് ജസ്റ്റ് എന്ത് ചെയ്തു, 2ൻ്റെയും നല്ല വശം നമ്മൾ 3.5 ഇഞ്ച് വീതി വെച്ചെടുത്തല്ലോ. അപ്പോൾ 2ൻ്റെയും എന്ത് ചെയ്തു, നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡിലൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിട്ടിട്ട് ഒരു അറ്റം ജസ്റ്റ് ഒന്ന് വളച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അവിടെ വല്ല നമ്മുടെ കുറച്ച് ഞേലുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ നല്ല വശം 2ൻ്റെ നല്ല വശം, അതായത് ഫാബ്രിക്കിന് നല്ല വശം ഉള്ളിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് അറ്റത്തെത്തുമ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ 4 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ബാക്കിൽ 2 ഫ്രണ്ടിൽ 2. ഓക്കെ, നമ്മളിങ്ങനെ ടൈ ചെയ്ത് വെക്കുന്ന മോഡലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും അങ്ങനെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 എണ്ണം ഒരേ സൈസും, മുമ്പിലത്തത് കുറച്ച് നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കണ്ടോ, നമ്മൾ അറ്റത്തെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ എക്സ്ട്രാ ഉള്ള പീസ് ഓഫ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വല്ല ടൂത്ത് പിക്കോ എന്തെങ്കിലും കുറച്ച് ഷാർപ്പായിട്ടുള്ളത് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിൽ ഈ ഒരു പീസ് വെക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പീസ് ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് ജസ്റ്റ് ഒന്ന്
രണ്ട് വശവും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്, നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ലൈനിങ് വെക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ ലൈനിങ് കുറച്ച് ലെങ്ത്തിൽ കൊടുത്താൽ മതി. ഞങ്ങളിവിടെ ലൈനിങ് ഒന്നും തന്നെ വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പീസ് വെച്ച് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ, അതായത് മെയിൻ ഫാബ്രിക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഫാബ്രിക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫാബ്രിക്കിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്ട്രാപ്പ് ജസ്റ്റ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു നമ്മൾ എടുത്ത എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ നല്ല വശവും അതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി സ്ട്രാപ്പ് എവിടെയൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു 3 ഇഞ്ച് വെച്ചിട്ടായിരുന്നു ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് 3 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് അവിടെയായിരുന്നു സ്ട്രാപ്പ് വെക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ വെക്കണോ അടുത്ത് വെക്കണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ 2 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്ട്രാപ്പ് എടുത്തിട്ട് ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, 2 സ്ട്രാപ്പും ഈ മാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ മുകളിൽ, ആ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻറ്റിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് ജസ്റ്റ് പിന്ന് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോട്ടൺ ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ പിന്നൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് ആ പോയിൻറ്റിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത പീസ് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ ഫാബ്രിക് അത് നല്ല വശം ഇതിൻ്റെ നല്ല വശത്ത് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വേണേൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൊത്തത്തിൽ മുകളിൽ നിന്ന് ഒരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ടൈയും ഈ ഒരു എക്സ്ട്രാ ഫാബ്രിക്കും അതുപോലെ നമ്മുടെ ഈ ഒരു മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, 3 കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ആം ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ആം ഹോളും ജസ്റ്റ് ഒന്ന് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 സൈഡിൽ ആം ഹോളും ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മൊത്തത്തിൽ നമ്മുടെ ടോട്ടൽ ആ ഒരു സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തില്ലേ, ആ ഒരു പോർഷനും അതുപോലെ ആം ഹോളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ അതായത് ആം ഹോളിൻ്റെ അവിടെ കുറച്ച് ഫാബ്രിക്സ് അധികം ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു ഷേപ്പിൽ മുറിക്കാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ വെച്ചതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, കുറച്ച് 2-3 നോട്ട് ഇട്ട് കൊടുക്കുക, കട്ടിട്ട് കൊടുക്കുക. കാരണം നമുക്കത് മറച്ചിടാനുള്ളതാണ്. അപ്പോൾ 2-3 കട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറച്ചിടാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. വേറെ ഒന്നല്ല, നമ്മൾ ഇതിപ്പോൾ മറച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ഒരു ഒരു കോണ് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളത് ശ്രദ്ധിക്കാണ്ട് തന്നെ നേരെ എന്ത് ചെയ്യും, ആം ഹോൾ കട്ട് ചെയ്ത് ജസ്റ്റ് 2 എക്സ്ട്രാ സ്റ്റിച്ചൊക്കെ വെച്ച് ഭയങ്കര സെക്യൂറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ഒരു കട്ട് ആദ്യമേ ഒന്ന് ആം ഹോൾ കുഴിച്ച് മുറിക്കണമായിരുന്നു. അത് ഞങ്ങൾ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഇതുപോലത്തെ നെക്ക് ഇഷ്ടമായിരിക്കാം. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ മൊത്തത്തിലായിട്ടൊന്ന് മറച്ചിട്ട സമയത്ത് ഇവിടെ കണ്ടോ ഈ ഒരു പോർഷനില്ലേ എക്സ്ട്രാ വന്നിട്ടുള്ളത്, ഈ ഒരു പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ചിലർ ഇങ്ങനെ തന്നെ ഡ്രസ്സ് ഇടുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ഒരു എക്സ്ട്രാ ഒരു ആം ഹോൾ പ്ലസ് ഇത് മതി എന്നാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അവർ ആം ഹോളിൽ നിന്ന് ഒന്ന് ഈ സ്ട്രാപ്പിൻ്റെ അറ്റമില്ലേ, ആ ഒരു അറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു പോർഷൻ, അതായത് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഒരു പോർഷനില്ലേ, ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അത് ജസ്റ്റ് പെട്ടെന്ന് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെതാ ഈ ഒരു പോർഷൻ, അതായത് സ്ട്രാപ്പ് അത് കഴിഞ്ഞ് നേരെ സ്ട്രെയിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച്, നമ്മളിവിടെ ഓൾറെഡി ആം ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ആദ്യം. അപ്പോൾ അതെന്ത് ചെയ്യുക, അവിടെ നിന്ന് ആ നെക്ക് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇല്ലേ, അവിടെ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ആം ഹോളിൻ്റെ ഒരു സെൻറ്റർ പോർഷനില്ലേ, സെൻറ്റർ കഴിഞ്ഞ് വെച്ച് താഴോട്ട് പോകുന്നത്, അതായത് ആം ഹോളിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വരുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വെട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒന്നും വേണ്ട. ജസ്റ്റ് ആദ്യം തന്നെ വെട്ടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ ആം ഹോളിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ പോയിട്ട് നെക്കിൻ്റെ അവിടെ എൻഡ് ചെയ്യുന്ന തരത്തിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെട്ടിക്കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്തതുപോലെ നല്ല വശത്തിൻ്റെ മുകളിൽ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെട്ടിവെച്ച് എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്തും കൂടെയും വെച്ച് കൊടുക്കുക. എന്നിട്ട്
എന്ത് ചെയ്യുക, ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് രണ്ട് സ്റ്റിച്ച് ഇട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുക. ഓക്കെ, അവിടെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 പീസും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്താൽ തിരിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല വശം ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്ക് പാർട്ട് അത് ഇതുപോലെ തന്നെയാണ്, നമ്മൾ രണ്ടും സെയിം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കട്ടിങ്ങിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വിട്ടുപോയതാണ്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് കട്ട് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയണ്ടേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ മതി എന്നാണ് അങ്ങനെ കൊടുക്കുക. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് താഴത്തെ പാർട്ടും മേലത്തെ പാർട്ടും ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി മേലത്തെ പാർട്ട് ജസ്റ്റ് മടക്കിയിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, താഴത്തെ അതിൻ്റേതും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടിനെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ സ്ലീവ്സ് ഒക്കെ ചെയ്യുന്നില്ലേ, അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ യോക്ക് പാർട്ടും നമ്മുടെ ഈ ഒരു എന്താ പറയണ്ടേ താഴെയിലെ സ്കേർട്ട് പോർഷനില്ലേ, ആ ഒരു പോർഷനും മൊത്തത്തിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, എന്താ പറയണ്ടേ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും താഴത്തെ മേലത്തെയും പാർട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഏകദേശം പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ടാണ് ആദ്യം കട്ടിങ്ങിലൊക്കെ ഒരു ഡൗട്ട് വന്നത്. അപ്പോൾ എന്താ ഇത് നമുക്ക് ടീഷർട്ടൊക്കെ ഇന്നറായിട്ട് ഇട്ടിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ എന്താ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ അതും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിക്ക് പോകുന്നതാണ്. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഡ്രസ്സ് ചെയ്തതെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. നല്ല പ്ലെയിൻ റെഡ് ഫാബ്രിക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നൊരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, നമ്മളെ അംബ്രല പാർട്ടില്ലേ അത് രണ്ടും ബാക്കിലും മുന്നിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ നോർമലി ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ ഒരു ഇതില്ലേ മുകളിലത്തെ ഈ ഒരു പോർഷൻ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ, നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇവിടെ ഷോൾഡർ ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എടുക്കുക, അതിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്ട്രാപ്പ് തുടങ്ങുന്ന ആ ഒരു സ്ഥലമില്ലേ അത് രണ്ടും ഒന്നിച്ചാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴെയോളം വരെ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഷേപ്പിന് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. പ്ലസ് താഴത്തെ വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ, അതിൻ്റെ അടുത്ത് വിഷ്വൽ മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റ് ഒക്കെ തുറക്കുമ്പോൾ ഇതുപോലെ ഡ്രസ്സസ് കണ്ടിട്ടുള്ളവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോൾ സിമ്പിളായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ വേറെ സംശയങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതിയെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പറ്റാവുന്നതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് വേറെ അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്താ നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറ്റുമെങ്കിൽ അയച്ചു തരുക, ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ. ഓണം സീരീസൊക്കെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കുട്ടികളുടെ കുറേ ഡ്രസ്സസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വലിയ ആൾക്കാരെ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.